റസൂൽ എന്നിട്ട് പറയുകയാണ്, ആ പെണ്ണിന്റെ ശരീരത്തിലെങ്ങാനും അവൻ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ അതരത്തിലാകട്ടെ, അവളുടെ സുന്ദരമാകുന്ന കവിൾത്തടത്തിലാകട്ടെ, നെറ്റിത്തടത്തിലാകട്ടെ, അവളുടെ കൈവെള്ളയിലാകട്ടെ, ഏതെങ്കിലും അവയവത്തിൽ അന്യാകുന്ന പെണ്ണിനെ ചെറുപ്പക്കാരാ നീ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ, ഖുരിളത്ത് ശഫതാ നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ചതാകുന്ന ചൂടാക്കിയതാകുന്ന കത്രിക കൊണ്ട് അവന്റെ ചുണ്ടുകളെ അറുത്തു മുറിച്ചു മാറ്റുമത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ പെണ്ണിനെ അങ്ങാണം അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകിയെ വശംവദയാക്കിയിട്ട് പലവട്ടം ചോക്രയിലൂടെ സംസാരിച്ചിട്ട് ആ പെണ്ണിനവൻ വശീകരിച്ചിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് വാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ, കുടുംബങ്ങളറിയാതെ, നാട്ടുകാരറിയാതെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് നിർബന്ധം ചൊലുത്തിയതിൻ്റെ പേരിൽ കരുമക്കാട് ദേശത്തുള്ള പാവപ്പെട്ട പെണ്ണ് വീടിൻ്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി മലർത്തെ തുറന്നിട്ടിരിക്കുകയാണ്. അവന് വേണ്ടി തുറന്നിട്ട് കൊടുത്ത കതകിലൂടെ അവളുടെ കിടക്കയിലേക്ക് കടന്നു വന്നിട്ട് അവളുടെ ശരീരത്തെ നശിപ്പിക്കാൻ അവൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ അവൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ തശഹദു അദുമു ഫഖദിഹിൽ യുസ്റാ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവന്റെ ഇടതുകാലിന്റെ തുടയിൽ എണീറ്റ് നിന്നുകൊണ്ട് റബ്ബിനോട് പറയുമത്രേ, അല്ലാ അല്ലാ, ഇന്നാലിന്ന പെണ്ണുമായിട്ട് ഇവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലാ, എൻ്റെ അവളിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വാദിന്റെ മജ്‌ലിസ് പിന്തിരിയുന്നതിന് മുമ്പ് നീ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഹറാമ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങണേ, തൗബ ചെയ്തു മടങ്ങണേ. ഈ രാവങ്ങ് പിന്തിരിഞ്ഞാൽ, നിനക്ക് സക്കറാത്തിന്റെ ഹാലങ്ങെത്തിയാൽ തൗബയില്ല, തൗബയില്ല. രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന്, നിന്റെ സക്കറാത്തിന്റെ ഹാലാണ്, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്തിനു മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. രണ്ടാമത്തത്, സൂറെന്ന കാകളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ പ്രഥമ ഊത്തുമായി കടന്നു വരുമ്പോഴാണ്. ഈ രണ്ട് സമയങ്ങളും നമുക്ക് അറിയാൻ പറ്റാത്ത സമയമാണ്, അറിവില്ലാത്ത സമയമാ. അതുകൊണ്ട് തൗബയെ പിന്തിപ്പിക്കരുതേ, തൗബയെ പിന്തിപ്പിക്കരുതേ. പടച്ച റബ്ബേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, ഇന്ന പെണ്ണുമായി കടക്കണ്ണെറിഞ്ഞു പോയി, ഇന്ന പെണ്ണുമായി വാട്സാപ്പിലൂടെ സംസാരിച്ചു പോയി, ടോക്രയിലൂടെ സംസാരിച്ചു പോയി, പലവട്ടം ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് നടത്തിപ്പോയി, അവരുടെ ശരീരം ഞാൻ ചീറ്റിങ്ങിലാക്കി. റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പൊറുക്കലിനെ തേടണേ ചെറുപ്പക്കാരാ. ഇല്ലെങ്കിൽ അപകടമാണ്. നീ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ തശഹദു അദുമു ഫഖദിഹിൽ യുസ്റാ. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ മലക്കുകളും അമ്പിയാക്കളും സർവ്വ മനുഷ്യരും ഒന്നടങ്കം കാത്തു നിൽക്കുന്നതായ മഹ്ശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് നിന്റെ ഇടതുകാലിന്റെ തുടയല് നിനക്കെതിരായി വിചാരണ പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ കാലുകൾ നമുക്കെതിരായിട്ട് സാക്ഷി നിൽക്കും. മനുഷ്യൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വലതുകാല് വിളിച്ചു പറയും അത്രേ നബിയുനാ റസൂലുള്ളാഹി. വലതുകാലിൻ്റെ തുടയല്, തുടയോട് ചേർന്ന് നിൽക്കുന്ന ഈ എല്ല്, തുടയല്, ഈ എല്ല് വിളിച്ചു പറയും. നമ്മളിത് എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? ബീഫ് വാങ്ങാൻ പോയപ്പോൾ, ഇറച്ചി വാങ്ങാൻ പോയപ്പോൾ ആ തുടയല്ലിൽ നിന്ന് ചെത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. പോത്തിൻ്റെ തുടയല്ലിലേക്കാണ് നമ്മുടെ തോട്ടം, അല്ലേ? എന്നാൽ ഈ തുടയല്ല്, മനുഷ്യൻ്റെ തുടയല്ല്, പടച്ച റബ്ബിൻ്റെ ദർബാറിൽ അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ
അവനെതിരായിട്ട് സാക്ഷി നിൽക്കും. അവൻ അനുകൂലമായി വലതുകാലിൻ്റെ തുടയല്ല സാക്ഷി നിൽക്കുമ്പോൾ ഇടതുകാലിൻ്റെ തുടയല്ല അവനെതിരായി സാക്ഷി നിൽക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ ഓതുന്ന സൂറത്ത് യാസീൻ, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ മഹ്ശറയിൽ അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിൻ്റെ ദർബാറിലെത്തുമ്പോൾ അവൻ്റെ വായകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെക്കും. മനുഷ്യന് സംസാരിക്കാൻ കഴിവില്ല. നമ്മുടെ നാവുകൾക്ക് അല്ലാഹു സീല് വെക്കും. ഇന്നീ സംസാരശേഷി നൽകിയത് റബ്ബാണ്. നാവ് ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ നാവ് എന്താ ഒന്ന് പുറത്തോട്ടെടുത്ത് നോക്കി, എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ നാവിന് സംസാരശേഷി റബ്ബാണ് കൊടുത്തിട്ടുള്ളത്. ഈ നാവിൻ്റെ സംസാരശേഷി പടച്ച റബ്ബങ്ങ് അടച്ചു കളഞ്ഞിട്ട് വതുകല്ലിമുന അയ്ദീഹിം, അവൻ്റെ കൈകൾ റബ്ബിനോട് സംസാരിക്കാൻ. അള്ളാഹു പറയുന്നു വതുകല്ലിമുന അയ്ദീഹിം, നമ്മളോട് സംസാരിക്കുന്നു അവരുടെ കരങ്ങളാണ്. കൈ സംസാരിക്കും. കൈയാണ് മനുഷ്യനോട് എണീറ്റ് നിന്നിട്ട് പറയുക, പടച്ച റബ്ബേ ഇവൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഇവൻ വിചരിച്ചിട്ടുണ്ട്, ഇവൻ ഹറാമ് ചെയ്തിട്ടുണ്ട്. കൈ തന്നെ റബ്ബിനോട് പറയും, പടച്ച റബ്ബേ ഇവൻ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൈ വിളിച്ച് പറയാം. അപ്പം ഈ കൈ കൊണ്ട് ഹറാമ് ചെയ്തിട്ടുള്ളവൻ, കൈകൊണ്ട് ഹറാമ് ചെയ്തിട്ടുള്ളവൻ, ഏറ്റവും കൂടുതൽ ഹറാമ് ചെയ്യുന്നത് മനുഷ്യൻ അവൻ്റെ കൈ കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എന്താ? മൊബൈൽ ഫോണിലാണ്. കല്യാണ വീട്ടിൽ ചെന്നാലും മരണ വീട്ടിൽ ചെന്നാലും യാസീനൊന്നും വരില്ല. എല്ലാവരും മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക. മരിച്ച വീട് പോലെയായി കല്യാണ വീട് പോലും. എന്താ കാര്യം? എല്ലാവരും മൊബൈൽ ഫോണിലോട്ടാണ്. എല്ലാവരും ഫേസ്ബുക്കിൽ, എല്ലാവരും വാട്സാപ്പിൽ, എല്ലാവരും തിരക്കിൽ. ഒരു വീട്ടിൽ തന്നെ സർവ്വ ആളുകളും ഒരുമിച്ച് കൂടുമ്പോൾ അവരൊക്കെ മൊബൈൽ ഫോണിൽ, എല്ലാവരും മൊബൈൽ ഫോണിൽ. ഒരു 10 മിനിറ്റ് സമയം പോലും ഇപ്പോൾ വാത് കഴിഞ്ഞു, വാതിൻ്റെ സമയത്തായിരിക്കും ചിലപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവുക. വാത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? നെറ്റ് ഓണാക്കുക, വാട്സാപ്പ് ഒന്ന് ഓണാക്കുക, വന്നിട്ടുള്ള മെസ്സേജുകളൊക്കെ ഒന്ന് ഒരു വട്ടം വായിച്ചു നോക്കുക. അല്ലേ? ഇങ്ങനെയായി മനുഷ്യൻ. നിസ്കരിക്കുന്നതിന് മുമ്പ് നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക. കാര്യം കഴിയുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ ജുമ കഴിയുമ്പോൾ 2-3 സിനിമ റാഹത്തായി നിലയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ചെറുപ്പക്കാർ. നിസ്കരിക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ ആ നിസ്കരിക്കാൻ വന്ന സമയത്ത് എക്സെൻഡർ വഴി വേഗം തന്നെ, അതാകുമ്പോൾ വേഗം തന്നെ 10-30 വേഗം സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും റാഹത്തായി. പള്ളിയിൽ ചെറുപ്പക്കാർ കാണിക്കുന്നതാകുന്ന ധാർമ്മികതയായി ഇത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് ധാർമ്മിക ഉത്തരവാദിത്വം എന്നാണ് അവൻ മനസ്സിലാക്കിയത്. പള്ളിയിൽ വരൂല, ഒരൊറ്റ നമസ്കാരം പോലുമില്ല. അവസാനവും പള്ളിയിലേക്ക് കടന്നു വന്നത് ജുമഅയ്ക്കാൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയുടെ പവിത്രത പോലും നഷ്ടപ്പെടുത്തി കളയല്ലേ. താഴെ നിന്നുകൊണ്ട് ഇമാം ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ, ഭയപ്പെടണേ, പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് 15,15,15,000 കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ നിന്റെ തലയ്ക്ക് മീത് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തെ നീ പേടിക്കണേ, പേടിക്കണേ എന്ന് പറയുമ്പോ ആ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാരൻ എക്സെൻഡർ വഴി മോശപ്പെട്ട ബ്ലൂ ഫിലിമുകള് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലൂടൂത്തിലൂടെ ഏതെങ്കിലും സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഫോട്ടോകൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ അവന്റെ മനസ്സെങ്ങനെയാ തയ്യാറായത്? അവന്റെ മനസ്സിൽ പേടിയില്ലാതെ പോയിരിക്കാൻ. ഇമാം പറയുന്നതിന് അർത്ഥം അറിയുന്നില്ല. ഇത്തഖുല്ലാ, 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 ഇത്തഖുല്ലാ. മനുഷ്യൻ എവിടെ എത്തിയിരിക്കുന്നു? അവന്റെ ധാർമ്മികതയുടെ ശോഷണം, അവന്റെ മൂല്യത്തിന്റെ നഷ്ടം, മൂല്യച്യുതി എത്രത്തോളം മനുഷ്യരെത്തിയിരിക്കുന്നു. നമസ്കരിക്കാൻ തന്നെ വരുന്നില്ല. അവസാനം നമസ്കരിക്കാൻ വരുന്ന സമയത്ത് പോലും നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് നിസ്കാരം കഴിയുമ്പോഴത്തേക്കും വാട്സാപ്പിലേക്ക് വരുന്ന സകല മെസ്സേജുകളും റാഹത്തായ നിലയിൽ എത്തിപ്പെടണം എന്നുള്ള ചിന്തയിലേക്ക് പോലും മാറിയിരിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് എല്ലാ പള്ളിയുടെയും ജനൽ വഴിയും വാതിൽ വഴിയും ഒതുകൊടുത്ത് കയറുന്ന തലത്തിലൊക്കെ എഴുതി. പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്യുന്നവരാരാ ഉള്ളത്? ഒരു 10 പേരെങ്കിലും ഉണ്ടാവുമോ സ്വിച്ച് ഓഫ് ചെയ്യുന്നവർ? ആരുമില്ല. എല്ലാവരും ഇപ്പോൾ സൈലൻറ്റ് മോഡിലാണ്. കാരണം എന്താ? ഇവന് വരുന്ന കോൾ അത്രത്തോളം തിരക്ക് ദുനിയാവിന് വേണ്ടി അത്രത്തോളം അവൻ്റെ സമയത്ത് അവൻ ചെലവഴിക്കാൻ. കാരണം കഴിഞ്ഞാൽ ഉടനെ നോക്കണം ആരൊക്കെയാണ് വിളിച്ചത്. ഇമാമുടെ സുബ്ഹാനല്ലാഹ് പറയുന്നത് ഒന്നും അവന് ചെല്ലാൻ സമയമില്ല. ഇതിങ്ങനെ എടുത്ത് നോക്കല. എവിടെ എത്തിപ്പോയി മനുഷ്യന്മാർ? ഇമാമ് ദുആ ഇരക്കാൻ, അവന് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി, നാട്ടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ആ പ്രാർത്ഥനയ്ക്ക് പങ്കാളിയാകാൻ അവനില്ല. ഇമാമ് വല്ല സ്ഥലത്തുനിന്ന് വന്നിരിക്കാൻ. ഇമാമ് തിരുവനന്തപുരംകാരനാണ്. നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി ദുആ ഇരക്കാൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം.
അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറയരുത് സാധാ അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇമാം കാസർഗോഡുകാരൻ ഇവിടെ വന്നിട്ട് അദ്ദേഹം ദ്വാരക്കാണ്, പടച്ചറബ് ഈ നാട്ടിൽ ബറക്കത്തുണ്ടാവണേ, ഐശ്വര്യമുണ്ടാവണേ എന്ന് ദ്വാ ചെയ്യുമ്പോൾ നാട്ടിലുള്ളതാകുന്ന ധാർമ്മികതയുള്ള ചെറുപ്പക്കാർ ആമീൻ പറയാനില്ല, അവൻ ഇറങ്ങിപ്പോവാൻ ഉസ്താദിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടെ എത്തി കാലം? ആർക്കു വേണ്ടി ഉസ്താദ് ദ്വാരിച്ചിരിക്കുന്നു? ഈ നാട്ടിൽ ഐശ്വര്യമുണ്ടാവണം, ബറക്കത്തുണ്ടാവണം, റാഹത്തുണ്ടാവണം, ഇവിടുത്തെക്കാരുടെ കച്ചവടത്തിൽ ഐശ്വര്യമുണ്ടാവണം ഒക്കെ ഒന്ന് ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലിയിട്ട് നല്ലതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പഠിക്കാൻ ഏതാനും കൊച്ചുകുട്ടികൾ, അത് തന്നെ മദ്രസ പഠിക്കുന്ന പിള്ളേരാ, ആ പിള്ളേർ പോയാൽ ഉസ്താദ് തന്നെ കണ്ണൂരിട്ടും മദ്രസ വരുമ്പോൾ നീ എന്താടാ വരാൻ ഹയവാനെ ദ്വാരൊക്കെ ഇല്ല എന്ന് പിടിക്കും. അതുകൊണ്ട് ആ കുട്ടികളോട് പേടിച്ചിരുന്നു എന്ന് മാത്രം. അവരും കുറച്ചും കൂടെ വലുത് മുടിയൊക്കെ ഇച്ചിരി ക്രോപ്പ് ചെയ്ത് റാഹത്തായ നിലയിലെത്തുമ്പോൾ പിന്നെ അവനും ഇങ്ങോട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ ബന്ധപ്പെട്ടത് പറയാനുണ്ട്. കുട്ടികളുടെ മുടി, കുട്ടികളുടെ വസ്ത്രധാരണം, ഇതൊക്കെ എത്രത്തോളം പറയാനുണ്ട്. ഇതൊക്കെ പറയാനും വിഷയങ്ങൾ നമ്മൾ കടക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംവദിക്കാം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം അവൻ മരണത്തോടുകൂടി അറിയുക തന്നെ ചെയ്യും. ഖബറിലും അറിയും, മഹ്ശറയിലും അറിയും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. മഹ്ശറയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി നിർത്തുമ്പോൾ വിചാരണ ഘട്ടത്തിൽ അവൻ്റെ കൈകൾ സംസാരിക്കും, കാലുകൾ അവന് വേണ്ടി സാക്ഷി നിൽക്കും. നന്മ പറയുകയാണെങ്കിൽ വലത് കാലിൻ്റെ തുടയല് പറയും പടച്ചറബേ ശരിയാണത്. ഇടത് കൈ സംസാരിക്കുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇടത് കാലിൻ്റെ തുടയല് പറയും പടച്ചറബേ ശരിയാണ്. അവൻ ഈ തുടയലിനെ എന്നെ കൊണ്ടുപോയി എന്നെ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചേർത്ത് വെച്ചവരാണ്. അതുകൊണ്ട് അവനെ നീ ശിക്ഷയിൽ അകപ്പെടുത്തണേ എന്ന് അവനെതിരായിട്ട് അവൻ്റെ അവയവങ്ങൾ സാക്ഷി പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈ വേദി വിടുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കൊരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യത്തെ മറക്കാൻ പറ്റൂല. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി, പടച്ചറബ് ചോദിക്കുക തന്നെ ചെയ്യും. 4 കാര്യങ്ങളല്ലേ മഹ്ശറയിൽ ചോദിക്കുക. 4 കാര്യങ്ങളാണ് ആദ്യമായിട്ട് മഹ്ശറയിലേക്ക് കാലെടുത്ത് വെച്ചവനെ ചോദിക്കുക. അതിന് മറുപടി കൊടുക്കാതെ മുന്നോട്ടോ പിൻപോട്ടോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒന്നും തിരിഞ്ഞു മറിയാൻ പറ്റൂല. നബിയുനാ റസൂലുള്ളാഹി لا تزال قدم عبد حتى يسأل عن 40 عن عمره فيما أفنى وعن شبابه فيما أبلى وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم. ഈ ലോകത്ത് നിന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് പോയ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർന്നെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് പടച്ചറബിന്റെ ദർബാറിലേക്ക് മനുഷ്യനെത്തി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിചാരണ ചെയ്യുന്ന കോലമാണ്. അവന് വേണ്ടി 4 ചോദ്യങ്ങൾ ഉണ്ടാകുമത്രേ. ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസഅല അൻ 4. ഈ 4 കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ അവന്റെ വെച്ച കാലൊന്നും മാറ്റാൻ പറ്റൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്നുംരിഹി ഫീമാ ഫനാ. ഒന്നവന് അല്ലാഹു നൽകിയ ആയുസ്സാണ്. അവന്റെ ബാല്യകാലമാകട്ടെ, കൗമാരകാലമാകട്ടെ, അവന്റെ വാർദ്ധക്യ സഹജമായട്ടെ, എല്ലാ കാലഘട്ടത്തിലും അവന് നൽകിയതാകുന്ന ആയുസ്സാണ്. 50 കഴിഞ്ഞതായ വാക്കളില്ലയോ, ഉപ്പമാരില്ലയോ, ഉമ്മമാരില്ലയോ, 25 കഴിഞ്ഞതാകുന്ന യുവതി യുവാക്കളില്ലയോ, 15ലേക്ക് എത്തിയ കൗമാരപ്രായക്കാരില്ലയോ, 10ലേക്ക് എത്തിയതാകുന്ന ബാല്യത്തിലുള്ള സഹോദര
സഹോദരിമാരില്ലയോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പഠിച്ചു വെക്കണേ. അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, നിനക്ക് നൽകിയ ആയുസ്സിനെ പറ്റി ടോട്ടൽ ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ആയുസ്സിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയമല്ലയോ അവന്റെ യുവത്വ കാലഘട്ടം? ആ യുവത്വ കാലഘട്ടത്തെ പറ്റി എടുത്തു ചോദിക്കും അത്രേ. നീ യുവത്വ കാലഘട്ടത്തിൽ എത്ര നമസ്കരിച്ചടാ, എത്ര നോമ്പ് പിടിച്ചടാ, എത്ര പാപങ്ങളെ സഹായിച്ചടാ, എത്ര നിരാരംഭർക്ക് അവലംബമായടാ, എത്ര നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തടാ എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കുമ്പോ മറുപടി കൊടുക്കണേ, മറുപടി കൊടുക്കണേ. അതിനു വേണ്ടി ഈ ദുനിയാവിൽ നമസ്കരിക്കാൻ കഴിയണേ, പാവങ്ങളെ സഹായിക്കാൻ, അഗതികളെ സഹായിക്കാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയത്വം കൊടുക്കാൻ ഗൗസിയുടെ പ്രവർത്തകർക്ക് ഒരുപക്ഷേ അള്ളാന്റെ കോടതിയിൽ പറയാൻ സാധിക്കും, അല്ലാ ഞങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ ഞങ്ങൾ ദീനിന് വേണ്ടി ഞങ്ങളുടെ ആരോഗ്യ സമയത്ത് ചെലവഴിച്ചു. അല്ലാ പാവങ്ങളെ സഹായിക്കാൻ, അഗതികളെ സഹായിക്കാൻ ഞങ്ങളുടെ സമയം ഞങ്ങൾ ചെലവഴിച്ചു. അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കരുമക്കാട് ദേശത്തൊരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാരോട് കുമ്മനം ഉസ്താദ് ചോദിക്കാറുള്ളത്, യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് അള്ളാഹ് ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ കഴിയുമോ? മറുപടി നൽകാൻ കഴിയുമോ? മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. നിന്റെ കയ്യിലേക്ക് നീ സ്വരൂപിച്ച ധനവും എവിടെ നീ ചെലവഴിച്ചു എന്നും അള്ളാഹു നിന്നോട് ചോദിക്കും അത്രേ. ഹലാലാണോ ഹറാമാണോ എന്ന് അറിയാതെ നിന്റെ കൈമുതലേക്കാക്കിയ സമ്പത്തുണ്ടല്ലോ, എവിടെ നിന്നാണ് അതിൻ്റെ ഇൻകം എന്ന് അള്ളാഹു ചോദിക്കും അത്രേ. ഓരോ സഹോദരങ്ങൾക്ക്, ഓരോരുത്തർക്ക് ലക്ഷക്കണക്കിന് രൂപകൾ വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ് നീ ഉണ്ടാക്കിയത്, അത് ഹലാലാണോ എന്ന ചോദ്യമുണ്ടാവുമേ. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. ആ സമ്പത്ത് നീ എവിടെ ചെലവഴിച്ചടാ എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുമേ. എവിടെയൊക്കെയാണ് നീ ചെലവഴിച്ചത് എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമാദാ അമിൽ വമാദാ അമിൽ ഫീമാ അലിമാ. ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നീ അറിഞ്ഞതാകുന്ന അറിവുകൾ വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്തത് എന്നും അള്ളാഹു നിന്നോട് ചോദിക്കും അത്രേ. ഇൽമിൻ്റെ മജ്‌ലിസിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾ, മദ്രസയിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾ ഉസ്താദുമാര് വെള്ളിയാഴ്ച ദിവസവും പ്രസംഗത്തിലൂടെയും വഅദിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞു നൽകിയ അറിവുകൾ, നിങ്ങൾ വായിച്ചറിഞ്ഞതായ അറിവുകൾ, അതിലൂടെ നേടിയെടുത്തതായ അറിവ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അമലുകൾ ഏതൊക്കെയാണെന്നും ചോദിക്കുമേ. മറുപടി കൊടുക്കാതെ വെച്ച കാലൊന്നും മുമ്പോട്ടോ പിറകോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ മാറ്റാൻ പറ്റൂലയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പടച്ച റബ്ബിനോട് പറയാൻ സാധിക്കണം, അള്ളാഹുവേ, ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ യുവത്വ കാലഘട്ടത്തിൽ എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ ആയുസ്സിൽ പാവങ്ങളെ സഹായിച്ചു, ഹോസി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഞാൻ സഹായിച്ചു എന്ന് പറയാൻ സാധിക്കണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അതിനെ കബൂലാക്കുമാറാവട്ടെ. പരീക്ഷ നടക്കുന്ന കുട്ടികളാണ് നമ്മുടെ +2-ൻ്റെയും SSLC-യുടെ ഒക്കെ. അള്ളാഹു പരീക്ഷ സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു വിജയത്തിലെത്തിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഉന്നതമായ വിജയം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് നമുക്കും അവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി നാടിൻ്റെ യശസ്സ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ.